ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതുതായിട്ട് വന്ന ഡ്രൈവറും ആൻഡപ്പനും കൂടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം സ്റ്റാൻലി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടീൻ്റെ കണ്ടീഷനും എല്ലാം ചെക്ക് ചെയ്യണം, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം, തോട്ടൊക്കെ ചുറ്റി വരണം. അപ്പോൾ അതുകൊണ്ട് വണ്ടി മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവർക്ക് പണി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻഡപ്പൻ ചോദിക്കുന്നുണ്ട് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയില്ലേ. അപ്പം അയാൾ പറയുന്നുണ്ട് നല്ല കണ്ടീഷനാണ്. അത് കേട്ടപ്പോൾ ആൻഡപ്പൻ പറയുന്നുണ്ട് വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിലേ കേണൽ സാബ് നമ്മളെ വെച്ചേക്കില്ല കേട്ടല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ആൻഡപ്പനോട്, അല്ല ആ കൊച്ചെന്തി കേണൽ സാബിൻ്റെ മകളാന്ന് പറഞ്ഞ കൊച്ചിനെന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ, നീ വെപ്രാളപ്പെടാതെ അവരിപ്പോൾ തോട്ടത്തിലേക്ക് പോകും, അപ്പം എന്തായാലും കാണാം, നീ വെയിറ്റ് ചെയ്യേ എന്നിങ്ങനെ ആൻഡപ്പൻ പറയുമ്പോഴേക്കും സ്റ്റാൻലി ആൻഡപ്പാന്ന് ഉറക്കനെ വിളിച്ചിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. അത് കേട്ടപ്പോൾ ആൻഡപ്പൻ ബബിയോട് കൂടെ പറയുന്നുണ്ട് ആ സാർ എല്ലാം ഓക്കെയാണ്, എല്ലാം ശരി. അതും പറഞ്ഞിട്ട് സ്റ്റാൻലി നേരെ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഇപ്പം വിളിക്കും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഡ്രൈവർ അവിടെ ശശിയായി. എന്നിട്ട് ഡ്രൈവർ വന്നിട്ട് പറയുന്നുണ്ട് സാർ ഞാനും കൂടെ വരാം. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് നീ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ഓടിച്ചോളാം. അല്ല സാർ, സാറിന് പകുതിക്ക് വെച്ച് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമല്ലോ, ഞാൻ ഓടിക്കാമല്ലോ. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഇപ്പം നിൻ്റെ ആവശ്യമില്ല എന്തായാലും. അത് പറഞ്ഞു കഴിഞ്ഞതും അകത്ത് നിന്ന് അവതക്കുട്ടിയും അലീനയും കൂടെ പുറത്തേക്ക് വരാണ് കേട്ടോ. അങ്ങനെ അലീനയെ കണ്ട് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഈ പുതിയ ഡ്രൈവർ. ആൻഡപ്പനാണെങ്കിൽ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആൾ എന്നുള്ള രീതിക്ക്. അങ്ങനെ അലീനയെ കൗതുകത്തോടു കൂടെ ഡ്രൈവർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവതക്കുട്ടിയും അലീനയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് നിൽക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അലീന നീ ഫ്രണ്ട് കയറ്, അപ്പച്ചൻ ബാക്കിൽ കയറുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അപ്പച്ചനും പറയുന്നുണ്ട് ആ മോളെ നീ ഫ്രണ്ട് കയറി, ഞാൻ ബാക്കിൽ കയറിക്കോളാം എന്ന് പറഞ്ഞ് അപ്പച്ചൻ ബാക്കിലേക്ക് ഇരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട വല്യപ്പച്ചൻ മുന്നിലിരുന്നോ, ഞാൻ ബാക്കിലിരുന്നോളാം. അത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് നിനക്ക് ഈ തോട്ടത്തിലെ കാഴ്ചകളെല്ലാം ഫ്രണ്ടിലിരുന്ന് വൃത്തിക്ക് കാണാം അലീന, നീ ഫ്രണ്ട് കയറ്. അപ്പോഴും അവൾ വല്യപ്പച്ചനെ കയറ്റാനായിട്ട് നിർബന്ധിക്കണം കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ അത് കുറേ കണ്ടതല്ലേ മോളെ, ഇനി നീയൊക്കെ അല്ലേ കാണേണ്ടത്, മോളങ്ങ് മുന്നിൽ കയറിയിരിക്കും. അലീന കേൾക്കുന്നില്ലെന്ന് കണ്ടതും സ്റ്റാൻലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവളോട് ചൂടാവാണ് കേട്ടോ. നീ എന്താ പറഞ്ഞത് കേൾക്കാത്തത്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് കയറിയിരിക്കാൻ, ഇങ്ങോട്ട് മരയ്ക്ക് കയറിയിരിക്കാൻ നോക്ക്. അത് കേട്ടപ്പോൾ അവളൊന്നും ഞെട്ടുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി ആ ഒരു സിറ്റുവേഷൻ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് മോള് പറഞ്ഞത് കേൾക്ക്, പപ്പ പറഞ്ഞത് കേൾക്ക്, ഫ്രണ്ട് പോയിരിക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം ഫ്രണ്ട് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ ഫേസിലെ തെളിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവളാകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റാൻലി അലീനയോട് ചൂടായത് കണ്ടപ്പോൾ ആൻഡപ്പനെ കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട് ആൻഡപ്പ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് വരാം, അപ്പോൾ കാര്യങ്ങളൊക്കെ നീ നോക്കണേ എന്നും പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അവർ പോയതും ഈ പുതിയ ഡ്രൈവർ ആൻഡപ്പനോട് പറയുന്നുണ്ട് ആ കുട്ടി പറഞ്ഞത് കറക്റ്റാന്ന് തോന്നുന്നു, കാരണം കേണൽ സാബിൻ്റെ ചെറിയൊരു കട്ടൊക്കെ ആ കുട്ടിക്ക് ഉണ്ട് അല്ലേ ആൻഡപ്പ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ആൻഡപ്പൻ പറയുന്നുണ്ട് അതെ അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്, സാറിൻ്റെ ചെറിയൊരു മുഖച്ചായൊക്കെ ആ കുട്ടിക്ക് ഉണ്ട് അല്ലേ, പിന്നെ ആ ബാക്ക് കയറിയ മനുഷ്യനില്ലേ അവളെ ഓടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ, ഇപ്പം അവരൊക്കെ ഒരു ടീമായി, അവരെല്ലാവരും ഒറ്റക്കെട്ടായി അല്ലേ എന്നും പറഞ്ഞിട്ട് ആൻഡപ്പൻ ഒന്ന് പുച്ഛിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. ആൻഡപ്പൻ്റെ പിന്നാലെ ആ ഡ്രൈവറും കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജീപ്പിലിരിക്കുന്ന നമ്മുടെ അവതക്കുട്ടിയെയും അലീനയെയും സ്റ്റാൻലിയെയാണ്. അവരിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അലീനയും വല്യപ്പച്ചനും ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടാട്ടോ പോകുന്നത്. അവരൊരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്റ്റാൻലി വല്ലാത്തൊരു ഗൗരവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. ചിരിക്കുന്നൊന്നുമില്ല, ഭയങ്കര ഗൗരവത്തിലായിരിക്കുന്നത്. അലീന ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾ വല്യപ്പച്ചനുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായിട്ടുണ്ടായിരുന്നു. അവർ പോകുന്ന സമയത്ത് ഓരോ കാഴ്ചകൾ കണ്ടിട്ട് അതിനെപ്പറ്റി പറഞ്ഞും പിന്നെ തോട്ടത്തിൽ ഓരോ കാര്യങ്ങൾ അപ്പച്ചനാണ് കേട്ടോ അവൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം സ്റ്റാൻലിക്ക് ഒരു കുറച്ച് കുശുമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവൾ തന്നോട് തീരെ അടുക്കുന്നില്ലല്ലോ, ഇപ്പോൾ വന്ന് വല്യപ്പച്ചനോട് പോലും അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളൊരു കുശുമ്പൊക്കെ സ്റ്റാൻലിയുടെ ഉള്ളിലുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇങ്ങനെ മുഖത്ത് മൂടിക്കെട്ടിയിരിക്കുന്നത്, നിനക്കൊന്നും മിണ്ടാനോ അല്ലെങ്കിൽ ചിരിക്കാനോ പാടില്ല. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് നിങ്ങളല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനെന്ത് പറയാനാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു അലസ്വഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ഒരു സ്ഥലത്ത് അവരിങ്ങനെ വണ്ടി നിർത്തുകയാണ് കേട്ടോ. അപ്പം അവൾക്ക് കറക്റ്റ് കാണാമല്ലോ എല്ലാ കാഴ്ചകളും. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു സ്ഥലമൊക്കെ, ഇതൊക്കെ ഞാൻ മേടിക്കുന്ന സമയത്ത് തരിശായിരുന്നു, പിന്നീട് ഞാനാണ് ഇവിടെ ഈ റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ ഇത്രയും മനോഹരാക്കിയത്. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് പണിക്കാരെ വെച്ചല്ലേ ചെയ്യിപ്പിച്ച ഇതൊക്കെ, അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്തതൊന്നുമല്ലല്ലോ, അപ്പോൾ ഇത്ര ഗമയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ പുച്ഛിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഒന്ന് വല്ലാതെ ആവുന്നുണ്ട്. അത്രയും ഗമയോട് കൂടെ പറഞ്ഞ കാര്യം പെട്ടെന്ന് ചീറ്റിപ്പോയില്ലേ. അവതക്കുട്ടിക്കാണെങ്കിൽ നന്നായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. കാരണം അവനിട്ട് അവൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അവതക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് അലീന അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അവൾ പോയതും സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നുണ്ട് അപ്പച്ച അവൾക്ക് ഇത്തിരി ബുദ്ധി കുറവാന്ന് തോന്നുന്നു, കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അത് കേട്ടപ്പോൾ അവതക്കുട്ടി ചിരിച്ചിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഒരു ബുദ്ധി കുറവില്ല, അവൾക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണെങ്കിലേ ഉള്ളൂ. പിന്നെ അവൾ പറഞ്ഞ സത്യമല്ലേ, നീയല്ലല്ലോ ഇതൊന്നും ഉണ്ടാക്കിയത്, നിന്റെ പണിക്കാരല്ലേ, അതാണ് അവൾ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു അവൾക്ക് ബുദ്ധി കൂടുതൽ. അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഈ അപ്പച്ചൻ അവളുടെ കൂടെ കൂടി എന്നെ തിരിച്ച് കളിയാക്കുകയാണോ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചനൊന്ന് ചിരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കാരണം അവളിങ്ങനെ ഒറ്റയ്ക്ക് ആ ഒരു പ്രകൃതി ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ അപ്പച്ചൻ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മോളെ, അപ്പോൾ അവൾ വല്യപ്പച്ച എന്ത് രസമായാലും ഇവിടെ കാണാനെന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് അതെ അതെ, അവൻ പറഞ്ഞത് സത്യമാണ്. അവനിത് വാങ്ങുന്ന സമയത്ത് ഇത് ഒരു തരിശ് ഭൂമിയായിരുന്നു. പിന്നീട് അവൻ്റെ അധ്വാനവും കഷ്ടപ്പാടും കൊണ്ടാണ് ഇന്നത് ഈ ഒരു സ്ഥലമായിട്ട് മാറിയത്. ഇത് നിനക്കും കൂടെ അവകാശപ്പെട്ടതാണ് മോളെ എന്ന് പറയുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അവളിങ്ങനെ തലാഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പച്ച ഇവിടെ വേറെ പണിക്കാരൊന്നുമില്ലേ? അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട് ഇവിടെ ഓഫീസ് കുറച്ച് അപ്പുറമാണ് മോളെ, നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോവാം, അവിടുത്തെ ജോലിക്കാരെ എല്ലാം നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട് അവർ തിരിച്ച് സ്റ്റാൻലിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. പിന്നീട് അവർ കുറേ നേരം അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി ഓരോ കാഴ്ചകളും ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് ജീപ്പിലേക്ക് തന്നെ കയറിയിട്ട് നേരെ ഓഫീസിലേക്ക് പോവാണ്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട് എന്തായാലും ഓഫീസിലേക്ക് പോവാം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അവിടെ ഒന്ന് നോക്കാനൊക്കെ ഉണ്ട്. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നത് കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല, കൊച്ചിനെയും കൊണ്ട് അത്രയും നേരം ഒന്നും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യും നീ അകത്ത് പോയി കഴിഞ്ഞാൽ? അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഓ ഇല്ല പച്ചാ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം, ഞാൻ വേഗം തന്നെ വരാം എന്നും പറഞ്ഞിട്ട് അവർ വണ്ടി കയറിയിട്ട് പോവാണ്. അങ്ങനെ ഓഫീസിലെത്തിയപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഞാൻ എന്തായാലും മാനേജറെ കണ്ടിട്ട് വരാം കേട്ടോ, നിങ്ങൾ അതുവരെ ഇവിടേക്കൊന്ന് കറങ്ങി ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അകത്തേക്ക് പോവാണ്. അപ്പം അലീന നല്ല സന്തോഷത്തോടു കൂടെ അവിടെയൊക്കെ ഫുള്ള് ചുറ്റി കറങ്ങാൻ കേട്ടോ. അവൾക്ക് ഇത്രയും കാലത്തിന് ശേഷം നല്ലൊരു ഫ്രീഡം കിട്ടിയ പോലെ, പിന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു വല്യപ്പച്ചനെയും കിട്ടിയല്ലോ, അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അവൾ ചോദിക്കുന്നുണ്ട് വല്യപ്പച്ച ഇവിടെ ആരെങ്കിലുമൊക്കെ എന്നെ പറ്റി ചോദിച്ച് ഞാൻ എന്ത് പറയും? അത് കേട്ടപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് നീ സ്റ്റാൻലിയുടെ മകളാണെന്ന് പറയണം മോളെ, അതിനെന്താ എത്ര മടി? അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അതല്ല വല്യപ്പച്ച, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ, അവർ ചോദിക്കില്ലേ അതൊക്കെ എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ പാപ്പയ്ക്ക് നാണക്കേടാവില്ലേ? അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് അതൊന്നുമില്ല മോളെ, നീ അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ സത്യം അറിയണം, അപ്പോൾ നീ ധൈര്യമായിട്ട് തന്നെ പറ അതെൻ്റെ പപ്പയാണെന്ന്, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? എന്നിട്ട് വീണ്ടും അപ്പച്ചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അവർ നിന്നോട് ചോദിക്കും നിനക്ക് എത്ര പഠിപ്പുണ്ടെന്നൊക്കെ, അപ്പോൾ നീ പറയണം MA MPhil അങ്ങനെയൊക്കെ തട്ടിവിടണം. അത് കേട്ടപ്പോൾ അവൾ അതൊക്കെ എന്താ വല്യപ്പച്ച? അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട് ആർക്കറിയാം, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും പറയുന്നത്, അപ്പോൾ നീയും അങ്ങ് പറഞ്ഞേക്കണം, നമ്മളെവിടെയും കുറയ്ക്കരുതല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് കള്ളല്ലേ വല്യപ്പച്ച പറയുന്നത്, അതൊക്കെ ഒരിക്കലും അറിയുമ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാവില്ല, എന്തിനാ വെറുതെ? ഓ എൻ്റെ കുഞ്ഞെ, ചെറിയ കള്ളൊന്നും പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, പിന്നെ നീ +2 വരെ പഠിച്ചിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ അവരോട് പറയുമ്പം ലാലിച്ചിനൊരു നാണക്കേടല്ലേ, അപ്പോൾ നീ കുറച്ച് കള്ളം പറഞ്ഞോ എന്നൊരു വിഷയമുള്ള കാര്യമില്ല. സ്റ്റാലിനാണെങ്കിൽ കണക്കെല്ലാം നോക്കുകയാണ് കേട്ടോ, പക്ഷെ കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എല്ലാത്തിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ സ്റ്റാലിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അതുവരെ ഉണ്ടായിരുന്നൊരു ശാന്തത സ്റ്റാലിനിയുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോയിട്ട് ഭയങ്കര ദേഷ്യം നിറയാണ്. അങ്ങനെ മാനേജറോട് നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ ആ ഫയൽസും എല്ലാം എടുത്ത് എറിയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് പറയുന്നുണ്ട് ഇനി ഇത് മൊത്തം ക്ലിയർ ചെയ്യണം, ഇത് നോക്കിയപ്പം എല്ലാം മിസ്റ്റേക്ക് ഉണ്ട്, എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായിട്ട് ഞാൻ ഇനി വരുമ്പം ഇത് കറക്റ്റ് ചെയ്ത് കാണണം എന്നും പറഞ്ഞ് ദേഷ്യത്തോട് കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അകത്തേക്ക് പോയൊരു സ്റ്റാലിനി അല്ല കേട്ടോ, പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത്. അത് കാണുമ്പോൾ അലീനയ്ക്ക് ചെറുതായിട്ട് പേടിക്കാവുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട് എന്താണ് എന്ത് പറ്റി നിന്റെ മുഖത്തിൻ്റെ എത്ര ദേഷ്യം? അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട് ഒന്നുമില്ല പച്ചാ, നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞിട്ട് മുഖം കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ല ഇതാരാണ് സാർ എന്ന് ചോദിക്കുമ്പം ആദ്യം ഒന്ന് സ്റ്റാൻലി മിണ്ടാതിരിക്കെങ്കിലും പിന്നീട് പറയുന്നുണ്ട് ഇതെൻ്റെ മക്കളാ. അത് കേട്ടപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ, കാരണം ഇതുവരെ ഇങ്ങനെ ഒരാൾ അവരാരും കണ്ടിട്ടില്ല. അതും പറഞ്ഞിട്ട് അവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവർ വീണ്ടും ജീപ്പ് കയറിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അലീന പിന്നെയും മിണ്ടുന്നത് അപ്പച്ചനോട് മാത്രമാണ്. അപ്പം അവതക്കുട്ടി ചോദിക്കുന്നുണ്ട് നീ എന്നതാടാ അവളോടൊന്നും മിണ്ടാത്തത്, നീ എന്തോ ഒന്നും മിണ്ടുന്നില്ലേ? അതുപോലെ തന്നെ അലീനയോടും ചോദിക്കുന്നുണ്ട് മോൾ എന്താ പപ്പയോടൊന്നും മിണ്ടാത്തത്? അത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട് എന്നോടൊന്നും ചോദിക്കാറില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ മിണ്ടുന്നത് എന്നവളൊരു കുറുമ്പോട് കൂടെ പറയുന്നുണ്ട്. അവതക്കുട്ടിയാണെങ്കിൽ വിടാനുള്ള ഭാവമില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ, മോൾ എന്താ ലാലിച്ചനെ വിളിക്കാറുള്ളത്? അത് കേട്ടപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ ഇതുവരെ ലാലിച്ചനെ പപ്പാന്ന് വിളിച്ചില്ലേ? പക്ഷെ അതിനും അവളൊരു റിപ്ലൈയും കൊടുക്കുന്നില്ല. അതും പറഞ്ഞിട്ട് നിങ്ങളുടെ പിണക്കം ഞാൻ മാറ്റിത്തരാം എന്നും പറഞ്ഞ് അവതക്കുട്ടി അവരുടെ 2 പേരുടെയും കൈ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വെക്കുകയാണ് കേട്ടോ. പപ്പയുടെ കൈ തൻ്റെ കൈയായിട്ട് ചേർന്നപ്പം അവൾക്ക് പെട്ടെന്ന് സങ്കടമാണ് വരുന്നത്, അതിൻ്റെ കൂടെ തന്നെ സന്തോഷവും. അതുപോലെ തന്നെ സ്റ്റാൻലിക്കും തൻ്റെ മകളുടെ കൈയിൽ തന്നോട് ചേർത്ത് വെച്ച ഇതുവരെ അവളൊന്ന് തൊട്ട് നോക്കുക അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്ന് സ്നേഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ തൻ്റെ മകളുടെ കൈ, തൻ്റെ ജീവൻ്റെ കൈ ആദ്യമായിട്ട് തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. അപ്പം സ്റ്റാൻലിയുടെ കണ്ണും അറിയാതെ നിറഞ്ഞു പോകുന്നുണ്ട്, അതുപോലെ തന്നെ മനസ്സ് നിറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്റ്റാൻലിയുടെ മുഖത്തെ വികാരം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല, കാരണം കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണെന്നാണല്ലോ നമ്മൾ സ്നേഹവും സങ്കടമൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാം. ഇതിപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അവതക്കുട്ടിക്ക് അത് മനസ്സിലായി. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട് നീ നിൻ്റെ കണ്ണട ഒന്ന് മാറ്റി വെച്ചേ, കൊച്ചു നിൻ്റെ മുഖം ഒന്ന് കറക്റ്റ് കാണട്ടെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് തന്നെ കണ്ണട ഊരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനൻ്റെ മനസ്സ് പെട്ടെന്ന് വിങ്ങാണ്, കാരണം കണ്ണട ഊരിയതും സ്റ്റാൻലിയുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നതും ആ കണ്ണിലെ സ്നേഹം അവൾ കാണുന്നുണ്ട്. അങ്ങനെ അവൾ പപ്പാന്ന് വിളിച്ചിട്ട് അവളും ഇങ്ങനെ കണ്ണിന്ന് കണ്ണീരൊഴുക്കുകയാണ്. ആ ഒരു വിളി കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ മനസ്സ് നിറയാണ് കേട്ടോ. അപ്പം ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്ന അവതക്കുട്ടിയുടെയും കണ്ണ് നിറയുന്നുണ്ട്, മനസ്സ് നിറയുന്നുണ്ട്.
അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് അവൾ വിങ്ങി പൊട്ടുന്നുണ്ട്. സ്റ്റാലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, തൻ്റെ മകൾ തന്നെ ആദ്യമായിട്ട് പപ്പാന്ന് വിളിച്ചിരിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ഇതുവരെ അവളെ സ്നേഹത്തോടെ ഒന്ന് തലോടാനോ മിണ്ടാനോ അവളൊന്ന് നോക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ ഇന്ന് അവൾ തന്നെ പപ്പാന്ന് വിളിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റാലിയുടെ മനസ്സിൽ. അതുപോലെ അവതക്കുട്ടിയുടെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വരും എപ്പിസോഡുകളിൽ പപ്പയും മോളും തമ്മിലുള്ള സ്നേഹമൊക്കെ നമുക്കിനി കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുവരെ അവൾക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ സ്നേഹവും സംരക്ഷണവും സ്റ്റാലിനിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ മനസ്സിലായല്ലോ. അപ്പോൾ അതോടെ തന്നെ അവൾക്കും തന്നെ തൻ്റെ പപ്പയോടുള്ള വിശ്വാസവും സ്നേഹവും ഇരട്ടിക്കുകയാണ്. അപ്പം എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്